എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ജർമ്മൻ ലാംഗ്വേജിൽ ഒരാളോട് ഹൗ ആർ യു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് എന്താണ്, അല്ലെങ്കിൽ ഫ്രം വെയർ യു ആർ കമ്മിങ്, ഇങ്ങനെയൊക്കെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ എങ്ങനെ ചോദിക്കാം എന്നൊരു സെക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. ഓക്കെ, സോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ വീഡിയോയിലേക്ക് കടന്നാലോ? യാ, ലോസ് ഗേറ്റ്, ലെറ്റ്സ് German language coaching A1, A2, B1, B2. Online, offline and combination of online and offline batches. Crash courses, short-term and long-term batches. Guaranteed results. Morning, day and night batches. Flexible timing options. Affordable packages. ഒരാളോട് ചോദിക്കണം, എന്താണ് താങ്കളുടെ പേര്? ഓക്കെ, താങ്കളുടെ പേരെന്താണ്, അല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്? സോ അതൊക്കെ നമുക്ക് എങ്ങനെ ജർമ്മൻ ലാംഗ്വേജിൽ ചോദിക്കാം. സോ ഒരാളോട് പേര് നമ്മൾ ചോദിക്കുന്നതാണ്. അതായത് മെയിൻലി ഇതിൽ ഫോർമൽ വേയും ഉണ്ട്, ഇൻഫോർമൽ വേയും ഉണ്ട്. ഓക്കെ, സോ ഫോർമൽ വേ എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ്. അതായത് നമ്മളെക്കാളും ഉയർന്ന ഒരു വ്യക്തി, മേ ബി നമ്മുടെ സാറായിരിക്കാം, മേ ബി നമ്മുടെ മാം ആയിരിക്കാം, ആരല്ല, നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു വ്യക്തി, അവരോട് നമുക്ക് ഒരാളോട് എങ്ങനെ പേര് ചോദിക്കാം. സോ ഫോർമലി നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വി ഹൈസൻസി. ഇതാണ് വി ഹൈസൻസി. ഹൈസൻ എന്ന വെർബിന്റെ അർത്ഥം ടു ബി കോൾഡ് അല്ലെ ടു ബി നെയ്മഡ്. ഓക്കെ, സോ വി ഹൈസൻസി എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻഫോർമലി നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് ചോദിക്കാണ്ട് പറ്റും. വി ഹൈസ്തു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, വി ഹൈസ്തു എന്ന് നമുക്ക് ചോദിക്കാം. ഞാൻ ഒരു മെത്തേഡ് പറയുന്നുള്ളൂ. ഓക്കെ, ഇനി 2-3 രീതിയിൽ കൂടെ നമുക്ക് ഒരാളോട് പേര് ചോദിക്കാം. ഓക്കെ, സോ വി ഹൈസ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇനി ഇതിന് റിപ്ലൈ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇപ്പൊ എൻ്റെ പേര് അല്ലെങ്കിൽ അയ്യാ ഇന്ന ആളെന്ന് നമുക്ക് പറയാം. സോ ഈഷ് ഹൈസേ ഷാലു, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്നതാണ് ഇഷ് ബീൻ ഷാലു. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ആൻസർ? ഈ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരാളോട് ചോദിക്കുന്നത് ഹൗ ആർ യു, ഹൗ ആർ യു എന്ന് നമുക്ക് ഫോർമലി ചോദിക്കുന്നതാണ് വി ഗെറ്റസ് ഈനൻ. ഇതാണ് വി ഗെറ്റസ് ഈനൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. വി ഗെറ്റസ് ഈനൻ, താങ്കൾക്ക് സുഖമാണോ? ദാറ്റ് മീൻസ് ഹൗ ആർ യു. ഇനി ഇൻഫോർമലി നമുക്ക് 2 രീതിയിൽ ചോദിക്കാം. ഒന്നാമത്തെയാണ് വി ഗെറ്റസ് ഡിയർ, വി ഗെറ്റസ് ഡിയർ അല്ലെങ്കിൽ വി ഗേറ്റ്സ് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ വി ഗെറ്റസ് ഡിയർ അല്ലെങ്കിൽ വി ഗേറ്റ്സ്. റിപ്ലൈ ആയിട്ട് നമുക്ക് കൊടുക്കാം മിയർ ഗെറ്റസ് സേർ ഗുഡ്, മീൻസ് ഞാൻ വളരെ നല്ലതാണ്. മിയർ ഗെറ്റസ് സേർ ഗുഡ്. ഓക്കെ, മിയർ ഗെറ്റസ് ഗുഡ് ആണെങ്കിൽ വെറും ഗുഡ് ആണെങ്കിൽ മിയർ ഗെറ്റസ് ഗുഡ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഞാൻ ഐ ആം നോട്ട് ഫീലിംഗ് നോട്ട് ഓക്കെ, ഞാൻ ഒരിക്കലും ഓക്കെ അല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും മിയർ ഗെറ്റസ് നിക്സ്റ്റ് സോ ഗുഡ്. മിയർ ഗെറ്റസ് നിക്സ്റ്റ് സോ ഗുഡ്, വളരെ നല്ലതല്ല, ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരാളോട് ചോദിക്കണം എവിടെയാണ് താങ്കൾ താമസിക്കുന്നത്? Become a registered nurse in Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language, German culture, society, geography and economy. Basic German laws which a nurse should know. ഓക്കെ, അതിൽ നമ്മൾ ചോദിക്കുന്നതാണ് വോ വോണൻസി. ഇതാണ് വോ വോണൻസി. വോണൻ എന്ന വെർബിന്റെ അർത്ഥം ലീവ്, ടു ലീവ് എന്നാണ്. ഓക്കെ, സോ എവിടെയാണ്? വോ മീൻസ് വേർ, എവിടെയാണ് താങ്കൾ താമസിക്കുന്നത്? സോ ഇൻഫോർമലി വരുമ്പോൾ വോ വോൺസ് ടു എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോ റിപ്ലൈ എങ്ങനെ കൊടുക്കാം? ഈഷ് വോണെ ഇൻ കേരള, ഈഷ് വോണെ ഇൻ കേരള. സോ വോണൻ എന്ന വെർബിന്റെ അർത്ഥം എന്താണ്? ടു ലീവ്. സോ ഈഷ് ഞാൻ താമസിക്കുന്നത്. സോ ഈഷ് വോണെ
ഇൻ കേരള എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്ന ഒന്നാണ് ഫ്രം വെയർ യു ആർ കമ്മിങ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. സോ ഇതൊക്കെ മോസ്റ്റ്ലി ഒരു കോൺവെർസേഷനകത്ത് വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ചോദിക്കാം വോഹിയർ കൊമ്മൻസി ഫ്രം വെയർ യു ആർ കം. കൊമ്മൻ മീൻസ് ടു കം. ഓക്കെ, സോ വോഹിയർ കൊമ്മൻസി എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇൻഫോർമൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വോഹിയർ കൊംസ്തു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. വോഹിയർ കൊംസ്തു. സോ ആൻസർ പറയാം ഈഷ് കൊമെ ഔസ് ഇന്ത്യ. കമ്മിങ് ഫ്രം ഇന്ത്യ. ഈഷ് കൊമെ ഔസ് ഇന്ത്യ. ഓക്കെ, ഇനി വിച്ച് ആർ ദ ലാംഗ്വേജസ് യു ആർ സ്പീക്കിംഗ്, ഏതൊക്കെ ലാംഗ്വേജസ് ആണ് നിങ്ങൾ സംസാരിക്കുന്നത്, എങ്ങനെ ചോദിക്കാം. അത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം വെൽഷസ് ഫ്രാഗൻസ് പ്രഷൻസി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് വെൽഷസ് ഫ്രാഗൻസ് പ്രഷൻസി. ഓക്കെ, സോ റിപ്ലൈ കൊടുക്കാം ഈഷ് പ്രഷൻ ഇംഗ്ലീഷ് ഹിന്ദി ലെറ്റുവാസ് ഡോഷ്. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി കുറച്ച് എന്തുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജും പറയുന്നുണ്ട്. ഈഷ് പ്രഷൻ ഇംഗ്ലീഷ് ഹിന്ദി ലെറ്റുവാസ് ഡോഷ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഒരാളോട് നമുക്ക് ഫോൺ നമ്പർ ചോദിക്കാം. സോ ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് ചോദിക്കാം വി ഈസ്റ്റ് ഇയർ ഹൻഡിനുമാർ. താങ്കളുടെ ഫോൺ നമ്പർ എന്താ, എങ്ങനെയാണ്. സോ വി ഈസ്റ്റ് ഇയർ ഹൻഡിനുമാർ. സോ റിപ്ലൈ കൊടുക്കാം മൈ നെയിം ഹൻഡിനുമാർ ഈസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ പറയാം. ഓക്കെ, നമ്പേഴ്സ് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ എടുത്തതാണ്. ഓക്കെ, ഇപ്പോൾ ഇമെയിൽ അഡ്രസ്സ് പറയുമ്പോൾ വി ഈസ്റ്റ് ഇയർ ഇമെയിൽ അഡ്രസ്സ്, വി ഈസ്റ്റ് ഇയർ ഇമെയിൽ അഡ്രസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊരു കോൺവെർസേഷനകത്ത് വരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സോ വി ഹൈസൻസി, വോ ബോണൻസി, വെൽഷസ് ഫ്രാഗൻസ് പ്രഷൻസി, വൊഹേർ കൊമ്മൻസി ഇതൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കാം. ഓക്കെ, സോ വീണ്ടും ഒരു പുത്തൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ചൂസ്, auf Wiedersehen. Language Foundation course just for rupees 499. Course duration daily 90 minutes and in 10 sections. Course contents alphabets, numbers 0 to 100 million, how to introduce oneself, countries and languages in German language, German for day-to-day usages such as greetings, months, objects, foods, etc.